നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്നൊരു SME IPOയുടെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാസേൻ ആയുർവേദ ലബോറട്ടറീസ് എന്ന് പറയുന്ന പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷമാണ്. അത് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് മാധവ്ബാഗ് എന്നുള്ള പേരിലാണ്, അവരുടെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ മാധവ്ബാഗ് എന്നായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുക. ഫെബ്രുവരി 10 മുതൽ 15 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 27.71 ലക്ഷം ഓഹരികൾ മാത്രമാണ് ഇവർ വിറ്റഴിക്കുന്ന വിപണിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം 20.23 കോടി രൂപ മാത്രമാണ് വിപണിയിൽ നിന്ന് ഈ കമ്പനി റേസ് ചെയ്യുന്നത്. അതായത് ഒരു SME ആണല്ലോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗ്രൂപ്പിൽ പെടുന്ന പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ഗ്രൂപ്പാണ് ഇത്. ലബോറട്ടറി മാത്രമല്ല, ഇവരൊരു മെഡിക്കൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് കാർഡിയാക് ഡിസീസസ്, ഡയബറ്റിസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ, അതും ആയുർവേദവും മോഡേൺ ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ സമ്പ്രദായമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ ക്ലിനിക്സ് ഉണ്ട്, ലബോറട്ടറീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇന്ത്യയിൽ വളരെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് വിദ്യാസേൻ ആയുർവേദ ലബോറട്ടറീസ്, അല്ലെങ്കിൽ മാധവ്ബാഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 10 മുതൽ 15 വരെയുള്ള ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. മാധവ്ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആധുനിക ടെക്നോളജിയും ആയുർവേദവും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അവർ പിന്തുടരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയാക് ഡിസീസസ് ആണ് പ്രധാനമായിട്ടും അവരുടെ ചികിത്സയിൽ വരുന്നത്. അതായത് ബൈപ്പാസ് സർജറിയൊക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ട ചികിത്സകളാണ് ഇവർ പ്രധാനമായിട്ടും നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡയബറ്റിസ്, പിന്നെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അമിതവണ്ണവും മുട്ടുവേദന, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ ആയുർവേദ ചികിത്സയാണ് നൽകുന്നതെങ്കിലും അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഈ മാധവ്ബാഗ് നടത്തുന്നത്. നിരവധി വെൽനസ് പ്രോഡക്ട്സുകളാണ് കമ്പനിക്കുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഓൺലൈൻ പോർട്ടലായിട്ടുള്ള മാധവ്ബാഗ് വെൽനസ് എന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട പോർട്ടലാണ് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസിന്, ഹാർട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് MIB പൾസ് ആപ്പ് എന്നുള്ളത്. കമ്പനിയുടെ പ്രൊമോട്ടർ രോഹിത് മാധവ് സെയിൻ എന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൈവശമാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടറുടെ കൈവശമാണ് 90.08% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ പ്രൊമോട്ടറുടെ കൈവശം 66.34% ഓഹരികളായിട്ട് കുറയും. അപ്പോൾ അതായത് 23.7% ഓഹരികളാണ് ഫ്രഷായിട്ട് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇക്കഴിഞ്ഞ നവംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഗോവ, കർണാടക, ഡൽഹി, ഛത്തീസ്ഗഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിട്ട് 274 ക്ലിനിക്കുകളാണ് മാധവ്ബാഗിന് ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളം, തമിഴ്നാട് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലില്ല. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലാണ് ഇത് കൂടുതൽ സജീവമായിട്ടുള്ളത്. അതിൽ ഈ 274 ക്ലിനിക്കുകളുള്ളതിൽ 52 കമ്പനിയുടെ സ്വന്തമാണ്. 222 ഫ്രാഞ്ചൈസി ക്ലിനിക്കുകളാണ്. ഫ്രാഞ്ചൈസി മോഡലിൽ അവർ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ 2 കാർഡിയാക് പ്രിവെൻഷൻ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലുകൾ കൂടിയുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്, കമ്പനിയുടെ സ്വന്തമായിട്ട്. അത് ഖോപ്പോളി എന്ന് പറയുന്ന സ്ഥലത്തും മഹാരാഷ്ട്രയിൽ തന്നെ നാഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് ഉള്ള 2 പ്രധാന ഹോസ്പിറ്റലുകളുള്ളത്. വലിയ ഹോസ്പിറ്റലാണ്. ഇവരുടെ ഇഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നടത്തുന്നത് കമ്പനി എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിനും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി. അതോടൊപ്പം തന്നെ മറ്റ് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 2020 മുതലുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ 2020 അസറ്റ്സ് ആണ് ഈ കോളത്തിൽ കാണുന്നത്, അസറ്റാണ്. നമുക്ക് റവന്യൂവിൻ്റെ കാര്യം നോക്കാം. 2020 മാർച്ചിൽ കമ്പനിയുടെ റവന്യൂ 752.97 ദശലക്ഷം രൂപയായിരുന്നു.
20-നെ അപേക്ഷിച്ച് 21 ആയപ്പോഴത്തേക്ക് 522.79 ദശലക്ഷമായിട്ട് ചെറിയൊരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് റവന്യൂവിൽ. പക്ഷേ അടുത്ത 6 മാസത്തെ കണക്ക് നോക്കൂ, അത് 315.65 എന്നുള്ള ലെവലിൽ നല്ലൊരു പ്രകടനമാണ് നടത്തിയിട്ടുള്ള അടുത്ത 6 മാസം. ഇത് ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കാം. നമുക്ക് കമ്പനിയുടെ ലാഭത്തിലേക്ക് വരികയാണെങ്കിൽ 2020 നഷ്ടമായിരുന്നു കമ്പനിക്ക്. അതായത് 5.57 ദശലക്ഷം രൂപ കമ്പനിക്ക് നഷ്ടമായിരുന്നു. അടുത്ത വർഷമായപ്പോഴത്തേക്ക് മാർച്ച് 21 അത് ആ നഷ്ടം കവർ ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തി. 15.47 ദശലക്ഷം ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആ വർഷം. അതിൻ്റെ അടുത്ത 6 മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ 2021 ആയപ്പോഴത്തേക്കും അത് 13.54, വെറും 6 മാസത്തെ കണക്കാണ്, 13.54 ദശലക്ഷമായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ മൊത്തം പ്രകടനം വളരെ മികച്ചത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് എല്ലാ ആരോഗ്യരംഗത്തും ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. എല്ലാ കമ്പനികളും തന്നെ, ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളും തന്നെ നല്ല പ്രകടനമാണ് ഓഹരി മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ രംഗത്തും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാധവ്ബാഗിൻ്റെ അല്ലെങ്കിൽ വിദ്യാസേൻ ആയുർവേദ ലബോറട്ടറീസിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. IPO ഓപ്പൺ ആവുന്നത് 10-ാം തീയതിയും 15-ാം തീയതിയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ. ഇത് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണ്, പ്രൈസ് ബാൻഡ് ഇല്ല, ഫിക്സഡ് പ്രൈസ് ആണ്. ഒരു 10 രൂപ ഷെയർ വിലയുള്ള ഓഹരിയുടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 73 രൂപയാണ്. 73 രൂപയാണ് ഒരു ഓഹരിക്ക് വില എന്ന് പറയുമ്പോൾ 63 രൂപ -10, 63 രൂപയാണ് അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ 73 രൂപയ്ക്കാണ് ഒരു ഓഹരി അപ്ലൈ ചെയ്യുന്നത്. മാർക്കറ്റ് ലോട്ടെന്ന് പറഞ്ഞാൽ 1600 ഷെയർ വരും. അപ്പോൾ 1600 ഷെയർ ആണ് മിനിമവും മാക്സിമവും. SME ആയതുകൊണ്ട് 1600 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എണ്ണം. ഓർഡർ ക്വാണ്ടിറ്റി അതുകൊണ്ടാണ് 1600 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് NSEയിലാണ്. NSEയുടെ എമർജ് എന്ന് പറയുന്ന SME പ്ലാറ്റ്ഫോമിലായിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 27,71,200 ഓഹരികളാണ് ഇവർ ഇപ്പോൾ പുറത്തിറക്കുന്നത്. അതായത് 20.23 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ. ഇത് അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 20.23 കോടിയാണ് ഇഷ്യൂ സൈസ്. നമുക്കിനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റിലേക്കും കൂടി നോക്കാം. ഫെബ്രുവരി 18-ാം തീയതിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പറയുന്നത്. കിട്ടാത്തവർക്ക് റീഫണ്ട് വരുന്നത് 21-ാം തീയതി ഫെബ്രുവരിയിൽ. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് കിട്ടിയവർക്ക് ഫെബ്രുവരി 22-ാം തീയതിയും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 23-ാം തീയതിയുമാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ആരോഗ്യരംഗം വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള മോഡേൺ ടെക്നോളജിയും ആയുർവേദവും കൂടി മിക്സ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, നമ്മൾ തമിഴ്നാടും കേരളവും ഒന്നും ഇവരുടെ ഇതിൽ വന്നിട്ടില്ല, അവിടെ ഈ 2 സ്റ്റേറ്റുകളിലും ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ പിന്തള്ളാൻ പറ്റില്ല. വടക്കേ ഇന്ത്യയിലെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഹോസ്പിറ്റലിലെ ക്ലിനിക് ശൃംഖലയാണ് മാധവ്ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഓഹരികൾ അപ്ലൈ ചെയ്യുന്നത് ലോങ് ടേമിലേക്കും ഇത് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജർ ഫസ്റ്റ് ഓവർസീസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, ഇതിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. SME ഓഹരികൾ എന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് SME ഓഹരികൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, വിദ്യാസേൻ ആയുർവേദ ലബോറട്ടറീസ് ലിമിറ്റഡ് അല്ലെങ്കിൽ മാധവ്ബാഗ് എന്ന് പറയുന്ന ഈ ഓഹരിയെക്കുറിച്ച്, ഈ SME ഓഹരിയെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളിത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. അടുത്തൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.